നമ്മളെ വിട്ടുപിരിഞ്ഞ മറ്റൊരു താരമായിരുന്നു KPSC ലളിത. KPSC ലളിത ചേച്ചി നമുക്ക് തന്നെ ഇരിക്കാം. കല്യാണം എന്തിനൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കില്ല. കല്യാണൊക്കെ വെച്ചിട്ട് പുറകെ വന്നിട്ടോ ഇപ്പൊ എനിക്കിത് വേണം. അതുപോലെ മിമിക്രി വേദിയിലൂടെ മലയാള സിനിമാ വേദിയിലെത്തി മലയാള സിനിമാ വേദിയെ കൂട്ടുകൂടെ ചിരിപ്പിച്ച് പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിലൂടെ നായകനായുമല്ല നമ്മളെ വിസ്മയിപ്പിച്ച മറ്റൊരു താരമായിരുന്നു സലീം കുമാർ. സലീം കുമാറിന്റെ ആദാവിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഒരു ഹിറ്റ് ഡയലോഗ് കേൾക്കാം. ഈ റാങ്കറ്റിന് 2 ദിവസം തുണിയുണ്ടല്ലോ, അത് ചന്ത സൂക്ഷിച്ചു. എന്തിനാണെന്നൊരു മരിച്ച മയ്യത്തുണിയൻ അതും കൂടി നാളെ ആർക്കും ഒരു ബാധ്യതയാവുന്നത് കരുതിയിട്ടാണ്. അങ്ങനെയുള്ള ഹജ്ജിനെ കടം തന്നിട്ട് പോകാനോ അതും വേണ്ട മോനെ. അതുപോലെ മലയാളം നാടകവേദിയിൽ മലയാള സിനിമാ വേദിയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് അപ്രവാൾ ഗുൾപ്പൊളിയിൽ പൊലിഞ്ഞുപോയ മറ്റൊരു താരമാണ് ഗലിംഗ ശശി. ഇതിത്തിരി ദൈനംദിനങ്ങളുണ്ടോ? സർവേറ്റിലിരുന്നപ്പോൾ കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടുന്നതില്ല. ഇടിയായി എല്ലാവരും കട്ടങ്ങായി കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്. സെക്ഷൻ 302. ചെക്കനെ കണ്ടവനൊന്നും തോന്നത്തില്ല. പക്ഷേ അവൻ തീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ സ്വന്തം അമ്മയെ കൊന്നുപോട്ടാവേ. മിമിക്രി വേദിയിലൂടെ തന്നെ മലയാള സിനിമാ വേദിയിലെത്തിയ മറ്റൊരു പ്രിയപ്പെട്ട താരമായിരുന്നു മലയാളത്തിന്റെ പ്രിയങ്കരനായ ദിലീപേട്ടൻ. നമുക്ക് നനയിക്കാം. കൈ എല്ലാം പറഞ്ഞു.